ചോർന്നൊലിക്കുന്ന ഷെഡിൽ ഒരു കുടുംബം ദുരിത ജീവിതം നയിക്കുമ്പോഴും ഇവർക്ക് സുരക്ഷിത പാർപ്പിടം ഒരുക്കാൻ തയ്യാറാവാതെ അധികൃതർ. ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിയായ ഇടപ്പള്ളിക്കുന്നിൽ ജീനയും 3 മക്കളുമാണ് ഈ ദുരിത ജീവിതം പേറുന്നത്. ഏത് നിമിഷവും ഷെഡ് നിലമ്പത്തുന്ന ആശങ്കയിലാണ് ജീനയുടെയും മകളുടെയും ജീവിതം. ഒഴുകിയെത്തുന്ന വെള്ളം ഷീറ്റും പടുതയും മറച്ച വീടിനുള്ളിൽ നിറയും. വെള്ളം കയറുന്ന മുറിയിലാണ് ഇവർ ഭക്ഷണം പാകം ചെയ്യുന്നതും കിടക്കുന്നതും. അതിശക്തമായ കാറ്റും ഷെഡിനും ഇവരുടെ ജീവനും ഭീഷണിയാണ്. ഞാൻ നെടുങ്കണ്ടം പഞ്ചായത്ത് 4-ാം വാർഡിൽ താമസിക്കുന്ന വ്യക്തിയാണ്. ഞങ്ങൾ ഇവിടെ ജനിച്ചും വളർന്നതുമല്ല ഇവിടെ തന്നെയാണ്. എനിക്ക് 3 മക്കളുണ്ട്, 2 പെൺമക്കൾ, ഒരു ചെറുക്കൻ കൊച്ച്. ഇപ്പോൾ ചേച്ചിയുടെ സഹകരണം കൊണ്ടാണ് ചേച്ചിയുടെ ഒരു വീടും ബാത്റൂമൊന്നുമില്ല, പ്ലാസ്റ്റിക്കൊക്കെ വെച്ച് മറച്ച ഞങ്ങളിവിടെ താമസിക്കുന്നത്. ഒരു ഇതുമില്ല. ഇടിയും മിന്നലും ഒക്കെ വരുമ്പോൾ സീറ്റെല്ലാം പറഞ്ഞു പോകാണ്. അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം. കുടുംബ വീടുമായിട്ട് 5 സെന്റ് സ്ഥലം കിടപ്പുണ്ട്. അത് പഞ്ചായത്തിൻ്റെ വേസ്റ്റ് പ്ലാന്റിൻ്റെ അടിവശത്താണ്. അവിടെ വീട് വെച്ച് താമസിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. രോഗിയായ ജീനയ്ക്ക് ജോലിക്ക് പോകാനും സാധിക്കില്ല. ലോട്ടറി കടയിൽ നിന്നുള്ള മകന്റെ വരുമാനം മാത്രമാണ് ഈ കുടുംബത്തിന്റെ ഏക ആശ്രയം. സഹോദരിയുടെ ഉടമസ്ഥയിലുള്ള വീട്ടിലാണ് നിലവിൽ ഇവർ താമസിക്കുന്നത്. ലൈഫ് പദ്ധതിയിൽ പലതവണ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും വീട് ലഭിച്ചിട്ടില്ല. നെടുങ്കണ്ടം മാലിന്യ സംസ്കരണ പ്ലാന്റിന് സമീപം ഇവർക്ക് ഭൂമി ഉണ്ടെങ്കിലും ഇവിടം വാസയോഗ്യമല്ല. ഭൂമിയും വാസയോഗ്യവുമായ വീട് ലഭ്യമാകാൻ അധികൃതർ ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.